ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ആമുഖത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ചതാര്? ഉത്തരം, ഇസ്രായേൽ ഗോത്രങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ജോഷുവയുടെ മരണശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവർ ആരാണ്? ഉത്തരം, ന്യായാധിപന്മാർ. മൂന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാരെ ന്യായപാലകരായിട്ടല്ല പിന്നെ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം, യുദ്ധവീരന്മാരായിട്ട്. നാലാമത്തെ ചോദ്യം, BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലം ആരുടെ പ്രവർത്തന കാലഘട്ടമായിരുന്നു? ഉത്തരം, ന്യായാധിപന്മാരുടെ. അഞ്ചാമത്തെ ചോദ്യം, ജനം ആരോട് അവിശ്വസ്തമായി വർത്തിച്ചപ്പോഴാണ് ശത്രു പ്രബലപ്പെട്ടത്? ഉത്തരം, ദൈവത്തോട്. ആറാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനത ആരെയൊക്കെ സേവിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ മുൻപാകെ തിന്മ ചെയ്തത്? ഉത്തരം, ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും. ഏഴാമത്തെ ചോദ്യം, കേനസിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം, ഒത്നിയേൽ. എട്ടാമത്തെ ചോദ്യം, ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ആരുടെ കാലത്താണ്? ഉത്തരം, ന്യായാധിപന്മാരുടെ കാലത്ത്. ഒൻപതാമത്തെ ചോദ്യം, തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചതുകൊണ്ട് കർത്താവ് ഇസ്രായേലിനെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം, കുഷാൻ റിഷാത്തായിമിൻ്റെ. പത്താമത്തെ ചോദ്യം, കർത്താവ് ഇസ്രായേൽക്കാരുടെ മോചകനായി നിയമിച്ചതാരെ? ഉത്തരം, ഒത്നിയേലിനെ.